അഡ്വക്കേറ്റ് അനിൽ നായർ, ഇപ്പോൾ നിങ്ങൾ ഉന്നയിച്ച ഒരുപാട് ആശങ്കകളുണ്ടല്ലോ. ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള ആധികൾ ആണല്ലോ നിങ്ങൾ കോടതിയുടെ മുമ്പിൽ വെച്ചത്. അതിനുശേഷം ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഈ അന്വേഷണത്തിൻ്റെ ഏതെങ്കിലും ഘട്ടത്തിൽ നവീൻ ബാബുവിൻ്റെ ഭാര്യ, അതുപോലെ ബന്ധുക്കൾ അല്ലെങ്കിൽ സഹോദരൻ, ഇവരോട് എന്തെങ്കിലും കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നോ? അതോ അതിനുശേഷവും അവരുടെ സ്വന്തം നിലക്ക് തന്നെയാണോ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയത്? അതായത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിൻ്റെ നിർദ്ദേശങ്ങളൊന്നും പാലിക്കപ്പെട്ടിട്ടില്ല. പിന്നെ ഇതിൽ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു വിഷയം, ഈ ശ്രീ നവീൻ ബാബുവിൻ്റെ നിരാശ്രയമാക്കപ്പെട്ട കുടുംബം ആവശ്യപ്പെടുന്നത് ആരെയെങ്കിലും അങ്ങ് ശിക്ഷിച്ചു കളയണമെന്നല്ല. നിഷ്പക്ഷവും സുതാര്യവുമായ ഒരു അന്വേഷണം നടത്തി എന്താണോ മരണത്തിൻ്റെ പിന്നിലെ ദുരൂഹത അത് ബഹുമാനപ്പെട്ട കോടതിയെയും പൊതുജനങ്ങളെയും ബോധ്യപ്പെടുത്തണമെന്നാണ്. അപ്പോൾ നിഷ്പക്ഷവും സുതാര്യവുമായ ഒരു അന്വേഷണവും ഒരു ട്രയലും എന്ന് പറയുന്നത് പ്രതിയോടൊപ്പം തന്നെ ഇരയുടെയും അവകാശമാണ്. ആരെയും പെട്ടെന്നൊരു പ്രതിസ്ഥാനത്തേക്ക് നിർത്തണമെന്നല്ല ആവശ്യപ്പെട്ടത്. ഇവിടെ മനഃപൂർവ്വം ജനറൽ പബ്ലിക്കിൻ്റെ മുമ്പിലും ഒരു കോൺഫിഡൻസ് നമ്മുടെ ഭരണവ്യവസ്ഥയെപ്പറ്റി, നീതിന്യായ വ്യവസ്ഥയെപ്പറ്റി ഒരു ഉണ്ടാവണമെങ്കിൽ സുതാര്യമായ ഒരു അന്വേഷണം വേണം. നമ്മൾ ചോദിക്കുന്ന കാര്യം, ഞങ്ങൾ കുടുംബങ്ങളൊക്കെ ചോദിക്കുന്ന കാര്യം, ഇവിടെ ആരും ശിക്ഷിക്കാൻ ആവശ്യപ്പെടുന്നില്ലല്ലോ. ഇപ്പോൾ ബഹുമാനപ്പെട്ട കോടതിയോട് ആവശ്യപ്പെടുന്നത്, സ്റ്റേറ്റ് ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടുന്നത്, ഇത് ഒരു സ്വതന്ത്ര ഏജൻസിയെ, കേരളത്തിന് വെളിയിലേക്കുള്ളൊരു ഏജൻസി, CBI പോലൊരു ഏജൻസിയെ ഏൽപ്പിക്കണമെന്ന് പറയുമ്പോൾ ഇവിടെ SIT ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും മുതിർന്ന അഭിഭാഷകനിലൂടെ കൊടുത്തിരിക്കുന്ന ഒരു സത്യവാങ്മൂലമുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇതെല്ലാം ഞങ്ങളങ്ങ് അന്വേഷിക്കണം. സത്യവാങ്മൂലമാണ് എഴുതി തയ്യാറാക്കിയ ഇൻവെസ്റ്റിഗേറ്റീവ് ഓഫീസർ ഒപ്പിട്ട സത്യവാങ്മൂലമാണ് കൊടുത്തിരിക്കുന്നത്. ഞങ്ങളെല്ലാം അന്വേഷിച്ചോളാം, ഞങ്ങളെ അന്വേഷിക്കാൻ അനുവദിക്കണം, എന്തൊക്കെ പറഞ്ഞു അതെല്ലാം ഞങ്ങൾ അന്വേഷിച്ചോളാം എന്നൊരു സത്യവാങ്മൂലം കൊടുക്കുമ്പോൾ എങ്ങനെ ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ ജുഡീഷ്യറിക്ക് പെട്ടെന്ന് അങ്ങ് ഡിസ്കാർഡ് ചെയ്യാൻ പറ്റും? സത്യവാങ്മൂലമാണ് കൊടുക്കുന്നത്, ഞങ്ങളെല്ലാം അന്വേഷിച്ചോളാം. ഓക്കെ, ഹോമിസൈഡിൻ്റെ സാധ്യതകൾ അതും ഞങ്ങൾ അന്വേഷിച്ചോളാം. പക്ഷേ എന്താണ് നടക്കുന്നത്? ആ ഇൻക്വസ്റ്റിൽ തന്നെ അറിയാം, മൃതശരീരത്തിൻ്റെ ഇരു കാലുകളും ഇരു പാദങ്ങളും നിലത്ത് മുട്ടിയാണ് നിൽക്കുന്നത്. ഏത് ഹോട്ട് കോൺസ്റ്റിറ്റ്യൂഷനിലും തോന്നും ഒരു ഇതിനകത്തൊരു ദുരൂഹതയുണ്ടെന്ന് തോന്നുമ്പോൾ ഇത് ആദ്യമേ എഴുതിയിരിക്കുകയാണ്, ഇത് ആത്മഹത്യയാണ്. ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ചോദിച്ചത് എന്തിനു കൊല്ലണം എന്നാണ് ചോദിച്ചത്. ഒരു പൗരനെ എന്തിനു കൊല്ലണം എന്ന് സമാധാനം പറയണം, എന്തിനു കൊല്ലണമെന്ന് എന്ന് പറയുന്ന ആവശ്യമുണ്ടെങ്കിൽ കൊല്ലാമെന്നാണ്. ഇത്തരം വാദമുഖങ്ങളാണ് അന്വേഷിച്ചത്. അത് ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതിനകത്ത് എവിടേക്ക് അന്വേഷണം പോകുന്ന കാര്യം, ഈ 8 മണിക്കാണ് ശ്രീ നവീൻ ബാബു മരണപ്പെട്ട നിലയിൽ അദ്ദേഹത്തിൻ്റെ ഡ്രൈവറും കളക്ടറുടെ ഗൺമാനുമായി ചേർന്ന് കാണപ്പെടുന്നത്. 1 മണിക്കൂർ 40 മിനിറ്റ്, ഒരു 9:40-നാണ് FIR എഴുതാൻ തുടങ്ങുന്നത്. 10:15-നാണ് FIR എഴുതുന്നത്. ആ FIR എഴുതുന്ന സമയത്ത് തന്നെ ഇൻക്വസ്റ്റ് ആരംഭിച്ചു. നിങ്ങൾ ഇൻക്വസ്റ്റ് നോക്കിയാൽ മനസ്സിലാവും. എങ്ങനെ സാധിക്കും? FIR ഇട്ട് കഴിഞ്ഞിട്ട് വേണമല്ലോ സംഭവ സ്ഥലത്തേക്ക് പോയി ബോഡി കണ്ട് ഇൻക്വസ്റ്റ് തയ്യാറാക്കാൻ. സൈമിൾട്ടേനിയസ്ലി നടന്നിരിക്കുകയാണ്. ഈ മൊബൈൽ ഫോണുകൾ കണ്ടെടുക്കണമെന്ന് പറഞ്ഞു. കോടതി പറഞ്ഞു മൊബൈൽ ഫോൺ കണ്ടെടുത്തു. കോൾ റെക്കോർഡ്സ് ഞങ്ങൾ പരിശോധിച്ചു. കോൾ റെക്കോർഡ്സ് പരിശോധിച്ചത് കാര്യമുണ്ടോ? ഇത് സൈബർ സെല്ലിൽ അയച്ച്, ഈ സൈബർ ഫോറൻസിക് ലാബിൽ അയച്ചാൽ മാത്രമേ ഈ ഫോണുകൾ ആരൊക്കെ ഏതൊക്കെ ആവശ്യത്തിന് ഉപയോഗിച്ചു എന്നറിയാൻ പറ്റത്തുള്ളൂ. പ്രതിയാക്കപ്പെട്ട വ്യക്തിക്ക് ആരൊക്കെ ഫോൺ വന്നു, ആരുടെ കോളൊക്കെ എറാസ് ചെയ്ത് കഴിഞ്ഞു, ആർക്കൊക്കെ മെസ്സേജ് അയച്ചു, സംഭവ സ്ഥലം ആരെയൊക്കെ വിളിച്ചു, ആരോടൊക്കെ സംസാരിച്ചു, ദൈർഘ്യം എത്രയായിരുന്നു, ഇത്തരം കാര്യങ്ങളൊക്കെ ശാസ്ത്രീയമായ തെളിവുകൾ വേണം. CCTV ക്യാമറ എടുക്കണം, ഞങ്ങൾ എടുത്തോളാം. ഫോൺ എടുക്കണം, ഞങ്ങൾ എടുത്തോളാം. പക്ഷേ എടുത്ത സാധനം നിങ്ങൾ എന്ത് ചെയ്തു? അത് ശാസ്ത്രീയമായ വിശകലനത്തിന് വിധേയമാക്കിയോ? ഈ വ്യക്തികൾ, ഈ മരണത്തിന് ശേഷം ഈ വ്യക്തികൾ, സംശയിക്കപ്പെടുന്ന വ്യക്തികൾ ആരുമായിട്ടൊക്കെയാണ് സഹകരിച്ചത്, സംസാരിച്ചത്? അവരാരുമായിട്ട് ഗൂഢാലോചന നടത്തി? അറ്റ്ലീസ്റ്റ് ഈ പമ്പിൻ്റെ യഥാർത്ഥ ഉടമസ്ഥരാരാണ് എന്ന് ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പിൽ ഈ സത്യവാങ്മൂലത്തിൽ എവിടെയെങ്കിലും കൊടുക്കുവാൻ ഈ അന്വേഷണ ഏജൻസിക്ക് സാധിച്ചിട്ടുണ്ടോ? അപ്പോൾ ഈ പൊതുജനം, നിരാശ്രയമാക്കപ്പെട്ട ശ്രീ നവീൻ ബാബുവിൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളും ആവശ്യപ്പെടുന്നത് അവരുടെ എല്ലാമായിരുന്ന ശ്രീ നവീൻ ബാബുവിൻ്റെ മരണത്തിൻ്റെ യഥാർത്ഥ കാരണക്കാരെ സത്യസന്ധമായ ഒരു അന്വേഷണം നടത്തി തെളിവിൻ്റെ കോടതിയുടെ മുമ്പിൽ കൊണ്ടുവരണമെന്ന് പറയുമ്പോൾ അത് വേറെ ആരും വരണ്ട, ഞങ്ങൾ തന്നെ നടത്തിക്കൊള്ളാം എന്നൊരു വാശി എന്തിനാണ്?
ഒന്നുമല്ലെങ്കിൽ NGO യൂണിയന്റെ ജില്ലാ സെക്രട്ടറിയായി പ്രവർത്തിച്ച വ്യക്തിയല്ലേ ശ്രീ നവീൻ ബാബു? ആ കുടുംബം മുഴുവൻ ഇന്ന് ഭരിക്കുന്ന പാർട്ടിയുടെ മെമ്പർമാരായിരുന്നില്ലേ? അദ്ദേഹത്തിന്റെ ഭാര്യയുടെ കുടുംബം മുഴുവൻ ഭരണകക്ഷി പാർട്ടിയുടെ എന്നും അവരോടൊപ്പം നിന്നവരല്ലേ? എന്താണ് ആവശ്യപ്പെട്ടത്? ഒരു അന്വേഷണം മാത്രം. ആരാണോ കുറ്റക്കാർ അവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണമെന്നുള്ള പ്രാർത്ഥന മാത്രമല്ലേ ഉള്ളൂ. അവിടെ എന്തിനാണ് ഇത്രമാത്രം ഒരു മസിൽ പിടുത്തമെന്നാണ് സത്യം പറഞ്ഞാൽ പൊതുജനങ്ങൾക്ക് മനസ്സിലാവാതെ പോകുന്നത്. എന്തോ മറയ്ക്കാൻ ഭാവമുള്ളത് കൊണ്ടല്ലേ മറ്റാരും വരണ്ട, ഞങ്ങളങ്ങ് അന്വേഷിച്ചോളാം എന്ന് പറയുന്നത്. ഈ വ്യവസ്ഥയ്ക്ക് ഒരു ഫെയർ ഇൻവെസ്റ്റിഗേഷൻ, സുതാര്യമായ ഒരു ഇൻവെസ്റ്റിഗേഷൻ നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം എല്ലാവർക്കും വളരെ സുവ്യക്തമാണ്. അധികാര തലത്തിലേക്കുള്ളവരുടെ സ്വാധീനം എത്രയാണെന്ന് വ്യക്തമാണ്. ഈ കണ്ണൂരിലെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന സ്ഥാനം മാത്രമേ പോയിട്ടുള്ളൂ. ബാക്കി ഔദ്യോഗിക സ്ഥാനങ്ങൾ ഇപ്പോഴും വഹിക്കുന്നുണ്ട്. ജില്ലാ പഞ്ചായത്തിൻ്റെ ഔദ്യോഗിക സ്ഥാനം ഈ ജാമ്യം കിട്ടിയതിന് ശേഷം അവർക്ക് ചാർത്തി കൊടുക്കപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ സങ്കീർണമായ രാഷ്ട്രീയ ബന്ധങ്ങൾ കണ്ണൂരിലും കണ്ണൂരിൻ്റെ വെളിയിലും കേരളത്തിൻ്റെ തലസ്ഥാന നഗരിയിലുമുള്ള വ്യക്തികൾ ഉണ്ട് എന്ന് പറയുമ്പോൾ ഈ രാഷ്ട്രീയ സാഹചര്യത്തെ മനസ്സിലാക്കുവാൻ നീതിപീഠങ്ങൾക്ക് സാധിക്കുന്നില്ല എന്ന് വരുന്നെങ്കിൽ അതൊരു ശരിയായ കീഴ്വഴക്കമായിരിക്കുമോ? ഒരു സാധാരണ മനുഷ്യനിലെ അപ്രിഹെൻഷൻ, ഭയം, അത് മാറ്റുവാനുള്ള ഒരു ശ്രമം നമ്മുടെ നീതിന്യായ പീഠങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ സാധാരണക്കാരനും ഒരു നീതി നിഷേധമുണ്ടായാൽ അത് നിഷ്പക്ഷമായി അന്വേഷിക്കപ്പെടും. എന്തുമാകട്ടെ ഫലം, കൊലപാതകമാകട്ടെ, ആത്മഹത്യയാകട്ടെ, ആത്മഹത്യാ ശ്രമമാകട്ടെ, അല്ല ആത്മഹത്യാ പ്രേരണയാകട്ടെ, അതിലൊരു ഫെയർ ഇൻവെസ്റ്റിഗേഷൻ എന്ന ഒരു സാധാരണ പൗരൻ്റെ അവകാശം നിഷേധിക്കപ്പെടുകയാണ് എങ്കിൽ നമ്മുടെ സംസ്ഥാനം, നമ്മുടെ രാജ്യം അത് നയിക്കപ്പെടുന്നത് അരാജകത്വത്തിലേക്കാണ്, സാധാരണ മനുഷ്യൻ്റെ അവകാശങ്ങളുടെ ലംഘനങ്ങളിലേക്കാണ് എന്ന് സൂചിപ്പിക്കുവാൻ ഈ നിമിഷം ആഗ്രഹിക്കുകയാണ്.